ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സും കൂടിയാണ് കേട്ടോ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതോട് കൂടിയിട്ട് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ. അപ്പൊ ഇതിന് മുന്നേ ഇട്ട SCERT 5th സ്റ്റാൻഡേർഡിന് പിന്നെ 6th സ്റ്റാൻഡേർഡിന്റെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സും ഒക്കെ നല്ലതുപോലെ തന്നെ നോക്കുക, പഠിക്കുക. ചെറിയ ക്യാപ്സ്യൂൾ പോയിന്റ്സ് എന്ന രീതിയിലാണ് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. വളരെ ഉപകാരപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അത് നിങ്ങൾ നന്നായിട്ട് നോക്കുക. കാരണം ആ ഒരു ക്യാപ്സ്യൂൾ പോയിന്റ്സ് പഠിക്കുന്നതിലൂടെ തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അതിലേക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. നമ്മൾ ഒരുപാട് ഇങ്ങനെ മാറി വലിച്ച് സെന്റൻസ് ആയിട്ട് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. PSC പഠിക്കുമ്പോൾ കഴിയുന്നത് നമ്മൾ ഷോർട്ടാക്കി ക്യാപ്സ്യൂൾ രൂപത്തിൽ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ജനാധിപത്യവും അവകാശങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ. അതായത് ജനാധിപത്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താണ് ജനാധിപത്യം? അതായത് ജനങ്ങൾ ഭരിക്കുന്ന രാജ്യം, അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. നമ്മളുടെ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ അതായത് എലക്ഷൻ നടത്തിയിട്ട് നമ്മൾ ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുത്തിട്ട് അയാൾക്ക് ഭരണം കൊടുക്കുകയാണ് നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അയാൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ആണ് ആ ഒരു പ്രതിനിധി ഭരിക്കേണ്ടത്. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. മറിച്ച് ഏകാധിപത്യമുണ്ട്. ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാള് മാത്രം ഭരിക്കുക, ഒരു രാജ്യം ഒരാൾ മാത്രം അയാളുടെ ഒരു കൈക്ക്. ഇപ്പൊ പണ്ടത്തെ രാജഭരണം ഒക്കെ ഇല്ലേ, അതേപോലെ തന്നെ അങ്ങേര് പറയുന്നതാണ് അവിടെ നിയമം, അങ്ങേര് പറയുന്നത് പോലെ അവിടെ ജീവിച്ചോണം എന്നുള്ളതാണ് ഏകാധിപത്യം എന്ന് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. പേരിൽ തന്നെ ഉണ്ട്, ഏക എന്ന് പറഞ്ഞാൽ ഒറ്റ, ജന എന്ന് പറയുമ്പോൾ ജനങ്ങൾ, ഒരുപാട് പേര്, ജനാധിപത്യം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെൽസൺ മണ്ടേലയെ പറ്റിയിട്ടാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞൊരു ചെറിയൊരു വാചകം ഞാനിവിടെ വായിക്കാം. രാജ്യത്തിലെ എല്ലാ മേൽക്കൈമകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിനു വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത്. ഇത് നേടിയെടുക്കാനാണ് എൻ്റെ ലക്ഷ്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാകും. ഇങ്ങനെ ഒരു കാര്യം ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു? നെൽസൺ മണ്ടേല പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം രാജ്യത്തിനെ പറ്റിയിട്ടും ജനാധിപത്യത്തെ പറ്റിയിട്ടും പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. രാജ്യത്തിലെ എല്ലാ മേൽക്കൈമകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത്. ഇത് നേടിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാണ്. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് നെൽസൺ മണ്ടേലയെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആരാണ് നെൽസൺ മണ്ടേല? എന്തിനാണ് അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്? അദ്ദേഹത്തിന് എന്താണ് നമ്മുടെ ഈ ഒരു ഇതുമായിട്ട്, ആ ജനാധിപത്യവും അവകാശങ്ങളുമായിട്ടുള്ള റോൾ എന്താണെന്നൊക്കെ ഉള്ളതാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തിൽ കസോസ ഗോത്ര വിഭാഗത്തിൽ 1918 ജൂലൈ 18 ജനിച്ചു. എന്നാണ് നെൽസൺ മണ്ടേല ജനിക്കുന്നത്? ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയ് ഗ്രാമത്തിൽ കസോസ എന്ന് പറയുന്ന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്? ഈ നെൽസൺ മണ്ടേല. അദ്ദേഹം 1918 ജൂലൈ 18 ജനിച്ചത്. ആ ഡേറ്റ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. 1918 ജൂലൈ 18 ഒരു സീക്വൻസ് വെച്ച് പഠിക്കുന്നത് പോലെ ഫീൽ ചെയ്തതുകൊണ്ട് സുഖമായിരിക്കും ഓർത്തു വെക്കാൻ. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടിയ നേതാവാണ് ആര്? നെൽസൺ മണ്ടേല എന്ന് പറയുന്ന വ്യക്തി. ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടിയ നേതാവാണ് ആര്? ഈ നെൽസൺ മണ്ടേല. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ നെൽസൺ മണ്ടേലയുമായിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിന്റെ കൂടെ മാർട്ടിൻ ലൂതർ കിങ്ങിനെയും കൂടെ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പൊ ഈ ഈ മാർട്ടിൻ ലൂതർ കിങ്ങും ഇതേപോലെ നീഗ്രോ വംശജരുടെ ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. കറുത്ത വർഗക്കാരുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മാർട്ടിൻ ലൂതർ കിങ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, അതായത് ദി കിങ് ഓഫ് ബ്ലാക്ക് പീപ്പിൾസ് അല്ലെങ്കിൽ കറുത്ത വർഗക്കാരുടെ രാജാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര് എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും അതിന്റെ ഓപ്ഷൻസിൽ നെൽസൺ മണ്ടേല ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ.
എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ രണ്ടുപേരും പ്രവർത്തിച്ചിട്ടുള്ള ഇതേപോലെ കറുത്ത വർഗ്ഗക്കാരുടെ ഉന്നമനത്തിനും അതിനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്താ കൺഫ്യൂഷൻ ആയിട്ട് വരും. നെൽസൺ മണ്ടേലയാണോ അതോ മാർട്ടിൻ ലൂതർ കിങ് ആണോ, ഇവരിൽ ആരാന്നുള്ളത് വരും. അപ്പൊ നിങ്ങൾ മനസ്സിൽ ഓർപ്പിക്കുക, കറുത്ത വർഗ്ഗക്കാരുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മാർട്ടിൻ ലൂതർ കിങ് ആണ് കേട്ടോ. അപ്പൊ ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടിയ നേതാവാണ് നെൽസൺ മണ്ടേല. ദക്ഷിണാഫ്രിക്കയിലെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരെ സമരം നയിച്ച പ്രമുഖ നേതാവാണ് അദ്ദേഹം. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര പോരാളി. രാജ്യദ്രോഹ കുറ്റം ചുമത്തി മണ്ടേല തടവിലാക്കപ്പെട്ട കാലയളവാണ് 26 വർഷം 7 മാസം 10 ദിവസവും. അതായത് 26 വർഷത്തോളം രാജ്യദ്രോഹ കുറ്റത്തിന് അദ്ദേഹം ജയിലിൽ കടന്നിട്ടുണ്ട്. 1ഉം 2ഉം അല്ല, 26 വർഷമാണെന്ന് ചിന്തിച്ചു നോക്ക്. മണ്ടേല ജയിൽ മോചിതനായ വർഷം 1990 ഫെബ്രുവരി 11-ാം തീയതിയാണ് അദ്ദേഹം ജയിലിൽ നിന്ന് മോചിതനാവുകയുണ്ടായത്. മണ്ടേല ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ആയ വർഷം 1994 മെയ് 10-ന്. അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങി പിന്നെ ഒരു 4-5 വർഷത്തിന് ശേഷം 1994 മെയ് 10-ന് എന്തായി, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ആയി. അപ്പൊ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ആകുന്നത് ആരാണ്? ആദ്യത്തെ പ്രസിഡന്റ് ആണ് നെൽസൺ മണ്ടേല. മണ്ടേല അന്തരിച്ചത് എന്നാണ് 2013 ഡിസംബർ 5, 95-ാമത്തെ വയസ്സിലാണ്. ആദ്യത്തെ പ്രസിഡന്റ് അല്ല കേട്ടോ, സോറിടാ, അത് എന്താ ഒരു ഫ്ലോയിൽ എന്ന് പറഞ്ഞു പോയതാ. അതായത് നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ മണ്ടേല അന്തരിച്ചത് എന്നാണ് 2013 ഡിസംബർ 5-ാം തീയതി. 95-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം എന്താ മരണമടഞ്ഞത്. ഇത്രയുമാണ് നെൽസൺ മണ്ടേലയെ കുറിച്ചുള്ള ഫാക്ട്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ആരാണ് നെൽസൺ മണ്ടേല? ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയ് ഗ്രാമത്തിൽ കസോസ ഗോത്ര വിഭാഗത്തിൽ 1918 ജൂലൈ 18-ന് ജനിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടിയ വ്യക്തി. ദക്ഷിണാഫ്രിക്കയിലെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരെ സമരം നയിച്ച പ്രമുഖ നേതാവ്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര പോരാളി. രാജ്യദ്രോഹ കുറ്റം ചുമത്തി മണ്ടേല തടവിലാക്കപ്പെട്ട കാലയളവ് എത്രയാണ്? 26 വർഷം 7 മാസം 10 ദിവസം. മണ്ടേല ജയിൽ മോചിതനായ വർഷവും 1990 ഫെബ്രുവരി 11-ാം തീയതി. മണ്ടേല ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ആയ വർഷം എത്രയാണ്? 1994 മെയ് 10-ാം തീയതി. മണ്ടേല അന്തരിച്ചതോ 2013 ഡിസംബർ 5-ാം തീയതി. 95-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണമടഞ്ഞത്. ഇനി വിവിധ രാജ്യങ്ങളും ഗവൺമെന്റുകളും കേട്ടോ. ഇവിടെ ഒരു 4 രാജ്യങ്ങളും അവിടുത്തെ ഭരണങ്ങളും കൊടുത്തിട്ടുണ്ട്. ഭൂട്ടാനിൽ എന്താണ് ഭരണഘടനാപരമായ രാജവാഴ്ച, ആ ഒരു ഭരണമാണ് ഭൂട്ടാനിൽ നടക്കുന്നത്. ഇന്ത്യയിലാണെങ്കിലോ നമ്മുടെ ഇവിടെ ജനാധിപത്യ ഭരണമാണ് നമുക്കറിയാം. പിന്നെ ബ്രൂണൈ എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. അവിടെ എന്താ സുൽത്താൻ ഭരണം, അതായത് സുൽത്താൻമാരാണ് അവിടെ ഭരിക്കുന്നത്. മ്യാൻമാറിലാണെങ്കിലോ പട്ടാള ഭരണമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ വിവിധ രാജ്യങ്ങളും അവയുടെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഭൂട്ടാനിലെ ഗവൺമെന്റിന്റെ രൂപം എന്താണ്? ഭരണഘടനാപരമായ രാജവാഴ്ച. ഇന്ത്യയിലാണെങ്കിൽ ജനാധിപത്യ ഭരണം, ബ്രൂണൈയിലാണെങ്കിൽ സുൽത്താൻ ഭരണം, മ്യാൻമാറിലാണെങ്കിൽ പട്ടാള ഭരണം. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് ജനാധിപത്യേതര ഭരണ വ്യവസ്ഥയും ജനാധിപത്യ ഗവൺമെന്റും. ഇത് രണ്ടുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് അക്ഷരങ്ങളിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ചെറിയൊരു മൈന്യൂട്ട് വ്യത്യാസം കാണുന്നുണ്ടെങ്കിലും ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് എന്താണ് ആദ്യം ജനാധിപത്യേതര ഭരണ വ്യവസ്ഥ എന്ന് നോക്കാം. ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണ വ്യവസ്ഥ. ഞാൻ പറഞ്ഞല്ലോ, ഏകാധിപത്യം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇതിൽ പെടുന്നതാണ് കേട്ടോ. അതായത് ഈ ജനാധിപത്യേതര ഭരണ വ്യവസ്ഥയിൽ പെടുന്നതാണ്. ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണ വ്യവസ്ഥ. ഇപ്പൊ കൊറിയയിൽ അങ്ങനെ ഒരു ജനാധിപത്യ ഭരണ വ്യവസ്ഥയാണല്ലോ. അത് സാധാ കൊറിയയില് സൗത്ത് കൊറിയയോ നോർത്ത് കൊറിയയോ അതെനിക്കറിയില്ല, നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അവിടുത്തെ ഭരണാധികാരി ഏതാണ് ഒരു ഏകാധിപതിയാണ്, മൂപ്പര് പറയുന്ന അവിടെ നിയമം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ളത് നമ്മുടെ
എന്താണ് സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ അദ്ദേഹത്തിന്റെ പല വിശേഷണങ്ങളും കാര്യങ്ങളും പ്രത്യേകതകളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ മൂപ്പർ അവിടുത്തെ ഏകാധിപതിയാണ്. പുള്ളി പറയുന്നതാണ് അവിടുത്തെ നിയമം. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ജീവൻ പോലും ഉണ്ടാക്കൂല. അപ്പം അപ്പൊ അതാണ് എന്താ ജനാധിപത്യേതര ഭരണ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ജനാധിപത്യേതര ഭരണ വ്യവസ്ഥ എന്ന് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാണെങ്കിൽ പുള്ളിക്കാരനെ ആലോചിച്ചോട്ടോ. കൊറിയയിലെ പ്രസിഡന്റിനെ വേണമെങ്കിൽ മനസ്സിൽ കരുതിക്കോ. അതായത് ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണവ്യവസ്ഥ. ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമം എന്താണ്? ജനാധിപത്യ ഗവൺമെന്റ്. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്ത്? രണ്ടാമത് പറഞ്ഞിട്ടുള്ള കാര്യം, ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യ ഗവൺമെന്റ് എന്ന്. ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് ജനപ്രതിനിധികൾ എന്ന് പറയുന്നത്. അവർ നടത്തുന്ന ഭരണക്രമം എന്താണ്? ജനാധിപത്യ ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം. ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണവ്യവസ്ഥ. ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമം എന്താണ്? ജനാധിപത്യ ഗവൺമെന്റ്. ഇനി എന്താണ് ജനാധിപത്യ ഗവൺമെന്റ് എന്ന് ആദ്യം നമുക്ക് നോക്കാം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ് ജനാധിപത്യ ഗവൺമെന്റ്. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായി ഉറപ്പു നൽകുന്നു. ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. എന്താണ് ജനാധിപത്യ ഗവൺമെന്റിന്റെ സവിശേഷത? ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി. അതെന്താ? നമ്മളൊക്കെ വോട്ട് ചെയ്ത് നമ്മുടെ നാടിന് ആവശ്യമായിട്ടുള്ള നേതാവാണെന്ന് കരുതി നമ്മൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരു ഭരണാധികാരി എന്ന നിലയിൽ പുള്ളിയെ നമ്മൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കി. അത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് ആര്? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായി ഉറപ്പു നൽകുന്നു. അതായത് ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം, നമ്മുടെ ഈ രാജ്യത്ത് ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അവകാശങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും അവനവന്റെ ഇഷ്ടപ്രകാരം വിളിച്ചു പറഞ്ഞ് എനിക്ക് ഇന്ന അവകാശം വേണം, ഇന്ന സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിട്ടൂല. അത് നിയമപരമായി നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും കൂടെ നോക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് ആ ഫ്രീഡം ആയാലും നമുക്ക് ആ അവകാശം ആയാലും നമുക്ക് തരത്തുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായി ഉറപ്പു നൽകുന്നു എന്ന് പറയാനുണ്ടായ കാരണം, അതായത് നിയമത്തിനനുസരിച്ച് ഈ പറയുന്ന സംഭവങ്ങൾ, സ്വാതന്ത്ര്യവും അവകാശങ്ങളും ജനങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. ഇപ്പൊ നമ്മൾ മാത്രമല്ല ഈ നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കേണ്ടത്. ഈ ഭരണാധികാരി നമ്മളെ ഭരിക്കാൻ നമ്മൾ താക്കോല് കൊടുത്ത ആൾക്കാരും ഈ ഒരു ഭരണത്തിന് വിധേയരായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. അവർക്കും ഈ ഒരു ഭരണം വിട്ട്, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം മുഖ്യമന്ത്രി ഇപ്പൊ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ തന്നെ ആ തീരുമാനം നമ്മുടെ ഭരണഘടനയിൽ എഴുതവെപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്ന് നോക്കിയും കണ്ടും മാത്രമേ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുള്ളൂ. അതായത് ജനങ്ങൾ എല്ലാവരും ഇവിടെ തുല്യരാണ്, ജനാധിപത്യ ഗവൺമെന്റിൽ തുല്യരാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത്, അപ്പൊ ഒന്നുകൂടി നോക്കാം. ജനാധിപത്യ ഗവൺമെന്റ് എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ്. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായി ഉറപ്പു നൽകുന്നു. ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. ഇതൊക്കെയാണ്. അടുത്ത നമുക്ക് ജനാധിപത്യേതര ഗവൺമെന്റ് എന്താന്ന് നോക്കാം. അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നു. അതായത് അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്ന ഭരണമാണ് എന്ത്? ജനാധിപത്യേതര ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കൊറിയയിലെ കേസ് ഞാൻ പറഞ്ഞില്ലേ, അത് തലമുറകളായിട്ട് ഒരു കുടുംബം ആണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മക്കൾ അവിടെ ഭരിക്കും. അങ്ങനെ അതിങ്ങനെ ഏകാധിപത്യം എന്നുള്ള നിലയിൽ, അതായത് ജനാധിപത്യേതര എന്ന് പറയുന്ന രീതിയിൽ അവിടുത്തെ ഭരണം പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇവിടെ ഇലക്ഷൻ നടക്കും. അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെയോ മകനെയോ ആയിരിക്കില്ല അദ്ദേഹത്തിന്റെ പിൻതലമുറ എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല ഇവിടെ ഭരണം ഏൽപ്പിക്കുക. പിന്നെയും ഇലക്ഷൻ നടത്തിയിട്ട് ജനങ്ങൾക്ക് യോഗ്യനായ ഒരു
എന്താണ് പ്രതിനിധിയെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടും. എന്നാൽ ഇവിടെയൊക്കെ നടക്കുന്നത് എന്താണെന്ന് അറിയോ? ഇവിടെയൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ജനാധിപത്യേതര ഗവൺമെന്റിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു രാജകുടുംബം അവര് കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ചു പോവുക. അവരുടെ തലമുറ ഇങ്ങനെ ഭരിച്ചു വെച്ചുകൊണ്ടിരിക്കും. അവിടെ വേറെ ആർക്കും ഒരു സ്ഥാനം ഒന്നുമില്ല. ഇതേപോലെ എവിടെ ഇലക്ഷൻ നടക്കും. ഇലക്ഷൻ നടക്കുന്ന എന്താ, പേരിനൊരു ഇലക്ഷൻ, അതിനെന്താ തിരിച്ച് ഇതൊന്നുമില്ല, മീൻസ് എന്താണ്, എതിരാളികളൊന്നുമില്ല. പേരിന് അവിടെ ഒരു ഇലക്ഷൻ നടക്കും, ഒരാൾ മാത്രമേ അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാവുള്ളൂ, ആ ആൾക്ക് പോയി വോട്ട് ചെയ്യും. പിന്നെ എന്തിനാണ് ഇലക്ഷൻ നടക്കുന്നതെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അതെന്ന് പറഞ്ഞാല് ഇവരുടെ എന്താണ് ഇത് രാജ്യത്ത് ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളിലെ പോലെ തന്നെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെറുതെ ഒന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ജനങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഈ ഒരു ഭരണാധികാരി തന്നെ മതി എന്ന് ജനങ്ങളാൽ ഉറപ്പിച്ച് പറയുന്നുണ്ട് എന്നൊക്കെ ഉള്ളതാണ് അവർ തെളിയിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇതാണ് ജനാധിപത്യേതര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ. അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുക. ഒന്നിനും പരമ്പരാഗതമായിട്ട് കൈമാറണം, അതല്ലെങ്കിൽ എന്താ, അത് പിടിച്ചെടുക്കണം. ആരെങ്കിലും ബലം പ്രയോഗിച്ച അധികാരം പിടിച്ചെടുക്കണം. ബലം പ്രയോഗിച്ച അധികാരം പിടിച്ചെടുത്ത മറ്റൊരാളെ ഞാൻ പറഞ്ഞുതരാം. എപ്പോഴൊന്നുമല്ല, എന്താണ് ആൻഷ്യൻ കാലത്ത് ഉണ്ടായിരുന്ന ആളാണ്. അതായത് ഷാജഹാന്റെ മകനാണ് എന്താണ് ഔറംഗസീബ്, അല്ലെ? നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ ഷാജഹാൻ ആരാണ്? ഷാജഹാൻ ആരാന്ന് നിങ്ങൾക്കറിയോ? ഷാജഹാൻ എന്താണ് അക്ബറിന്റെ വംശത്തിലുള്ളത്. അക്ബറിന്റെ എന്താണ് മകനല്ല, അക്ബറിന്റെ കൊച്ചുമോനോ അങ്ങനെ എന്തോ ആണ് ഷാജഹാൻ കേട്ടോ. അപ്പൊ ഈ ഷാജഹാന്റെ ഇത് നമ്മള് ഷാജഹാന്റെ ഒരു ഇതാണ്, മോണിമെന്റ് ആയിട്ടാണ് നമ്മൾ എന്താ താജ്മഹൽ കാണുന്നത്. എന്താണ് നമ്മളെല്ലാവരും അവിടെ പോയിട്ട് ആഗ്രയിൽ പോയിട്ട് വിസിറ്റ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്ന് കരുതാം. അപ്പോ ഈ താജ്മഹൽ പണിത സമയത്ത് തന്നെ ഒരുപാട് പൈസ ഷാജഹാൻ ധൂർത്തടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഷാജഹാൻ ഭയങ്കര ധൂർത്തനാണ് എന്നാണ് എന്തില് പറയുന്നത്, ഈ ബുക്സിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എത്രത്തോളം സത്യമാണെന്നൊന്നും അറിയില്ല, ചിലപ്പോൾ സത്യമായിരിക്കാം, ചിലപ്പോൾ സത്യമല്ലാതായിരിക്കാം. എന്തായാലും അങ്ങനെയാണ് പറഞ്ഞു വിട്ടത്. അപ്പൊ പുള്ളിക്കാരൻ എന്താണ് വൈറ്റ് മാർബിൾ വെച്ചിട്ടാണല്ലോ നമുക്ക് മനോഹരമായ ഒരു താജ്മഹൽ അദ്ദേഹത്തിന്റെ വൈഫിന്റെ സ്മരണാർത്ഥം നമുക്ക് സമർപ്പിച്ചത്. അദ്ദേഹത്തിന്റെ 13ാമത്തെ ഭാര്യയാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നു. എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷെ എന്നാലും അദ്ദേഹം കാരണമാണ് അങ്ങനെ ഒരു മനോഹരമായ ഒരു മോണ്യുമെന്റ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്, അല്ലെ? അപ്പോ ഈ ഷാജഹാൻ ഈ വൈറ്റ് മാർബിൾ വെച്ച് താജ്മഹൽ പണിതതിന് ശേഷം പുള്ളിക്കാരൻ എന്താ ചെയ്തത്, എന്താണ് ഇത് ബ്ലാക്ക് മാർബിൾ വെച്ച്, കറുത്ത മാർബിൾ വെച്ച് മറ്റൊരു താജ്മഹലും കൂടെ പണിയാനുള്ള ശ്രമം ആരംഭിക്കുകയുണ്ടായി. അപ്പോ അത് ഈ ഔറംഗസീബിന് എന്താ പറ്റിയത്, അത് ചൊടിപ്പിച്ചു. അതായത് അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടില്ല. കാരണം ഓൾറെഡി ഇങ്ങനെ കുറെ സമ്പത്ത് ദൂർത്തടിച്ച് കളയണി, അത് താജ്മഹലിന് നല്ല നല്ല പൈസ ചെലവ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്താണ് ഇനി അതിന്റെ അതേ രൂപത്തിൽ ഒരു ബ്ലാക്ക് താജ്മഹലും കൂടെ പണിയണം എന്നുള്ളത് വെച്ചുകൊണ്ട്, ഇതൊക്കെ കഥകളാണ്, എത്രത്തോളം സത്യമാണ് എന്നുള്ളതൊന്നും അറിയില്ല. ഇനി അതും കൂടെ പണിത് എന്താണ് ഖജനാവ് മുഴുവൻ കാലിയാക്കണം എന്ന് കാലിയാക്കും ഷാജഹാൻ എന്ന് മനസ്സിലാക്കിയ ഔറംഗസീബ് ഷാജഹാനെ പിടിച്ചുകെട്ടി തുറങ്കിൽ അടച്ചു. എന്നിട്ട് ഔറംഗസീബ് അവിടുത്തെ ഭരണം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അതാണ് കൈമാറുകയോ പിടിച്ചു കെട്ടുകയോ ചെയ്യുന്നു. അതായത് അപ്പൊ അവിടെ ഔറംഗസീബ് ചെയ്ത ഭരണം ഏതാണ്? ജനാധിപത്യേതര ഭരണമാണ് പുള്ളി അവിടെ കാഴ്ചവെച്ചത്. അതായത് സ്വന്തം പിതാവ്, അതായത് പിതാവ് ജീവിച്ചിരിക്കെ സ്വന്തം പിതാവിനെ എന്താണ് തുറങ്കലിൽ അടിച്ച് അവിടുത്തെ ഭരണം ഔറംഗസീബ് ഏറ്റെടുക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. അതുകൂടാതെ ഔറംഗസീബ് അല്ല യഥാർത്ഥത്തിൽ രാജാവാകേണ്ടിയിരുന്നത്, അദ്ദേഹത്തിന്റെ 2 മൂത്ത സഹോദരങ്ങളിൽ ഒരാളായിരുന്നു. പക്ഷെ ഈ 2 സഹോദരങ്ങളെ ഔറംഗസീബ് വധിക്കുകയും പിന്നീട് 3ാമത്തെ മകനായ ഈ ഔറംഗസീബ് ഭരണം ഏറ്റെടുക്കുകയും പിതാവിനെ തുറങ്കിലടക്കുകയും ചെയ്തു എന്നാണ് ഇതിൽ ബുക്സുകളിലൊക്കെ പറയുന്നത് കേട്ടോ. എത്രത്തോളം സത്യം, ഇതൊക്കെ നമുക്ക് കഥകളാണല്ലോ. ഇപ്പൊ പുരാണത്തിലാണെങ്കിലും അങ്ങനെ കഥകളൊക്കെ പറയുന്നുണ്ട്. ഇപ്പം കംസൻ അറിയാലോ, നമ്മള് ചെറുപ്പം മുതലേ കാർട്ടൂൺ നെറ്റ്വർക്കിൽ കൃഷ്ണന്റെയും എന്താണ് രാധയുടെയും ഒക്കെ കഥകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പൊ അതിലെന്താ, കംസൻ ഇതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന സ്വന്തം പിതാവിനെ തുറങ്കലടക്കുകയും അവിടുത്തെ മധുരയിലെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അവരൊക്കെ ചെയ്തത് എന്താ, ഇപ്പൊ ഔറംഗസീബ് ആണെങ്കിലും ഈ കംസൻ ആണെങ്കിലും ഒക്കെ ചെയ്തത് എന്താണ്, ജനാധിപത്യേതര
ഭരണമാണ് അവർ കാഴ്ചവെച്ചിരുന്നത്. അപ്പൊ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. ഇവിടെ എന്താ അവര് പറയുന്നതായിരിക്കും നിയമം. അതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് എന്താ അവർക്ക് എന്താണ് ഒരു പരിധി വരെ അവകാശങ്ങളും ഇല്ല, സ്വാതന്ത്ര്യങ്ങളും ഇല്ല. അത് പരിമിതമാണ് എന്നാണ്. സത്യം പറഞ്ഞാൽ പരിമിതം അല്ല, അതില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യ അവകാശങ്ങളും പറയാൻ ചെന്നാൽ ചിലപ്പോൾ തല കാണൂല. അതാണ് അവസ്ഥ. ഭരണാധികാരി നിയമത്തിന് അതീതനാണ്, കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമം. അതായത് ഭരണാധികാരി നിയമത്തിന് അതീതനാണ്. അതായത് നിയമത്തിന് മുകളിലാണ് ആരിയ്ക്കുന്നത്? ഈ ഭരണാധികാരി ഇരിക്കുന്നത്. നമ്മുടെ ഇവിടെയാണെങ്കിലോ, ജനാധിപത്യത്തിലാണെങ്കിലോ നിയമത്തിന് താഴെയാണ് എല്ലാവരും വരുന്നത്. ഏതൊരാൾ മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും ആരായാലും നമ്മുടെ ഇവിടെ നിയമത്തിന് താഴെയാണ് ഇവർക്കൊക്കെ സ്ഥാനം. പക്ഷെ ഇവിടെ ആണെങ്കിൽ നിയമത്തിന് മുകളിലാണ് ആരിയ്ക്കുന്നത്? ഈ പറയുന്ന ഭരണാധികാരി ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അവര് തീരുമാനിക്കുന്നതായിരിക്കും നിയമം എന്ന് പറയുന്നത്. ഇപ്പൊ ജനാധിപത്യേതര ഗവൺമെന്റ് എന്താ? അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നു. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. ഭരണാധികാരി നിയമത്തിന് അതീതനാണ്, കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമം. ഇതൊക്കെയാണ് ജനാധിപത്യേതര ഗവൺമെന്റിൽ പറയുന്നത് കേട്ടോ. നമുക്ക് അടുത്തൊരു ഭാഗം നോക്കാം എന്താണെന്ന്. ജനാധിപത്യ ഗവൺമെന്റുകളെ ഇതര ഗവൺമെന്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം എന്താണ്? അവ ഉറപ്പ് നൽകുന്ന അവകാശങ്ങളാണ്. ഇപ്പൊ ജനാധിപത്യ ഗവൺമെന്റുകളെ ഇതര ഗവൺമെന്റുകളിൽ നിന്ന്, ഇതര ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു ഏതൊക്കെ? ഭരണഘടനാപരമായ രാജവാഴ്ച, സുൽത്താൻ ഭരണം, പട്ടാള ഭരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചല്ലോ. ഈ പറയുന്ന ഗവൺമെന്റ് രൂപങ്ങളിൽ നിന്നൊക്കെ എന്താണ് ജനാധിപത്യ ഗവൺമെന്റുകളെ വ്യത്യസ്തമാക്കുന്ന ഘടകം എന്താണ്? അവ ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ്. അതായത് ഈ ജനാധിപത്യ ഗവൺമെന്റുകളിൽ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരുപാട് അവകാശങ്ങളാണ്. ആ അവകാശങ്ങൾ ഉറപ്പു നൽകുകയും ചെയ്യണം, അത് ഉറപ്പാക്കേണ്ട കാര്യങ്ങളുമാണ്. അതുകൊണ്ടാണ് എന്താ ജനാധിപത്യ ഗവൺമെന്റുകളെ ഇതര ഗവൺമെന്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കാനുണ്ടാവുന്ന കാരണം എന്ന് പറഞ്ഞാൽ. ഇനി ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ കുറെ ആയല്ലോ എന്ത് അവകാശമാണ്, ഫ്രീ സ്വാതന്ത്ര്യമാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത്. എന്താണ് ഈ അവകാശങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളെയാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക എന്ന് പറയുന്നത്. അതായത് ഓരോ രാജ്യവും ഭരണഘടനയിൽ, അത് ഓരോ രാജ്യത്തിനും ഭരണഘടനകളുണ്ട്. ലിഖിത ഭരണഘടനകളുടെ അഖിലിത എന്താണ് അൺറിട്ടേൺ ഭരണഘടനകളും ഉണ്ട്. എനിക്ക് ചില മലയാളം വേർഡ്സ് ഇങ്ങനെയാണ് കിട്ടാത്തത്. അത് ലിഖിത ഭരണഘടന, അലിഖിത ഭരണഘടന. അതായത് ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് എന്ത്? അവകാശ പത്രിക എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തിൽ ഒരു പൗരന് എന്തൊക്കെ അവകാശങ്ങൾ കൊടുക്കണം, എന്തൊക്കെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതിന്റെ ഒക്കെ ഒരു പട്ടികയാണ് എന്ത്? അവകാശ പത്രിക എന്ന് പറയുന്നത്. ഉറപ്പ് ഇതില് എന്തൊക്കെ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഉണ്ടാവൂല, എന്തൊക്കെ കൊടുക്കാൻ പാടും എന്നുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക അവകാശ പത്രികയിൽ. ഇന്ത്യയുടെ അവകാശ പത്രികയാണ് എന്ത്? മൗലിക അവകാശങ്ങൾ. അപ്പൊ നമ്മുടെ അവകാശ പത്രിക എന്താണ്? മൗലിക അവകാശങ്ങളാണ്. അപ്പം ഓരോ രാജ്യവും ഒരു ഭാഗം ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ജനാധിപത്യ ഗവൺമെന്റുകളെ ഇതര ഗവൺമെന്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകമാണ് അവ ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ. ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണ് എന്ത്? അവകാശങ്ങൾ. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് എന്ത്? അവകാശ പത്രിക. ഇന്ത്യയുടെ അവകാശ പത്രിക എന്താണ്? മൗലിക അവകാശങ്ങളാണ് ഇന്ത്യയുടെ അവകാശ പത്രിക. ഇനി അടുത്ത നമുക്ക് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ പേര് തന്നെയുണ്ട്, മനുഷ്യന്റെ അവകാശങ്ങൾ. അതാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ.
മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? മനുഷ്യാവകാശങ്ങൾ എന്നാണ്. അപ്പൊ നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും തുല്യ നീതിയും സമത്വമാണ് ഇവിടെ. അതായത് ജെൻഡർ വേസ് മാറ്റി നിർത്തിയിട്ട് മനുഷ്യൻ എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും എന്താണ് ഇവിടെ തുല്യ അവകാശവും അംഗത്വവും ഒക്കെയാണ്. അപ്പൊ മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? മനുഷ്യാവകാശങ്ങൾ എന്നാണ്. സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് എന്നാണ്? 1948 ഡിസംബർ 10. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് തൊട്ടടുത്ത വർഷം. സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നതാണ് 1948 ഡിസംബർ 10. മനുഷ്യാവകാശ സംരക്ഷണത്തിനു വേണ്ടി ദേശീയ തലത്തിൽ രൂപം കൊണ്ട പ്രധാന കമ്മീഷൻ എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇതൊക്കെ സിമ്പിൾ അല്ലേ? ജസ്റ്റ് ഒന്ന് നോക്ക്. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപം കൊള്ളുന്നത് എന്തൊക്കെ തന്നെയാണെങ്കിലും അതെന്താ? ദേശീയ മനുഷ്യാവകാശ, അത് ദേശീയ തലത്തിൽ എന്തൊക്കെ രൂപം കൊള്ളുന്നതായാലും അത് ദേശീയ തലത്തിലുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപം കൊണ്ട പ്രധാന കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ്? 1993 എന്ത് പാർലമെന്റ് പാസ്സാക്കുന്നത് കേട്ടോ. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 1993, കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് പാസ്സാക്കപ്പെട്ടത്. ചെയർമാൻ ഉൾപ്പെടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ 5 പേരാണ്. അപ്പൊ നമ്മുടെ കൈവിരലിൽ 5 വിരലുകൾ പോലെ 5 പേരാണ് എന്ത്? ചെയർമാൻ ഉൾപ്പെടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ. മനുഷ്യന് എത്ര വിരലുകൾ ഒരു കയ്യിലുണ്ട്? 5 വിരലുകൾ അല്ലെ? അപ്പൊ അങ്ങനെ വിചാരിക്കുക, ചെയർമാൻ ഉൾപ്പെടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എത്രയാണ്? 5 പേര്. മനുഷ്യന് ഒരു കയ്യിൽ 5 വിരലുകൾ ഉണ്ട് എന്നുള്ള ഒരു കോഡ് എന്ന രീതിയിൽ അത് പഠിക്കുക. ദേശീയ കാരണം ഇതെന്താണെന്നറിയോ? ഒരിടത്ത് 3 അംഗങ്ങൾ വരുന്നുണ്ട്. അത് എവിടെയാന്ന് അടുത്ത സ്റ്റേജിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ വെച്ച് പഠിക്കാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരായിരിക്കും? റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് കേട്ടോ. ആരായിരിക്കും? റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. അപ്പോ ഈ ഒരു ഭാഗം ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. മനുഷ്യവംശം, അതായത് നമ്മളിപ്പോ പറഞ്ഞത് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. മനുഷ്യവംശത്തിലെ ഒരംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളാണ് അറിയപ്പെടുന്നത് എന്താണ്? മനുഷ്യാവകാശങ്ങൾ എന്നാണ്. സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം, അതായത് പ്രഖ്യാപിച്ചത് എന്നാണ്? നിലവിൽ വന്നത് 1948 ഡിസംബർ 10 ഇത് ഇങ്ങനെ സംഭവം സർവദേശീയ മനുഷ്യാവകാശം പ്രഖ്യാപിച്ചത്. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപം കൊണ്ട പ്രധാന കമ്മീഷൻ ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെന്റ് പാസ്സാക്കിയതെന്നാണ്? 1993. ചെയർമാൻ ഉൾപ്പെടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എത്ര പേരാണ്? 5 പേര്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരായിരിക്കും? റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാനോ? ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരിക്കും. ഇനി 1948 ഡിസംബർ 10 നിലവിൽ വന്ന സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില അവകാശങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെ അവകാശങ്ങളാണ്? ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സാംസ്കാരികവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം. അപ്പൊ എന്തൊക്കെ അവകാശങ്ങളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്? ജീവിക്കാനുള്ള, അതായത് 1948 ഡിസംബർ 10 നിലവിൽ വന്ന സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില അവകാശങ്ങളാണ് ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, പിന്നെന്താ? തൊഴിലവകാശം, സാംസ്കാരികവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം. ഇതൊക്കെയാണ് ആ ഒരു കാര്യത്തിൽ
കൊടുത്തിട്ടുണ്ടായിരുന്ന അവകാശികൾ എന്ന് പറയുന്നത്. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളാണ്. അത് ദേശീയ തലത്തിൽ മനുഷ്യന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി രൂപം കൊണ്ടത് നമ്മളിപ്പോ നേരത്തെ പഠിച്ചത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇനി അതിന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് മേൽ അന്വേഷണം നടത്തുക. അതായത് ഒരു മനുഷ്യന്റെ അവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് പരാതിപ്പെടാം. അപ്പൊ ആ പരാതികൾക്ക് മേൽ അന്വേഷണം നടത്തുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് ലഭിക്കേണ്ട ഒരു മനുഷ്യാവകാശം അത് ഇതായി എനിക്ക് കിട്ടാതെ പോയി, നിയമലംഘനം അതിൽ നടന്നു. അപ്പൊ ഞാൻ അതിന് പരാതി കൊടുക്കണം. അപ്പൊ പരാതിയിൽ അവർ അന്വേഷിക്കും. അപ്പൊ നിയമപ്രകാരമായി എനിക്ക് അവകാശം കിട്ടേണ്ടതാണോ എന്ന് അന്വേഷിക്കും. കിട്ടേണ്ടതാണെങ്കിൽ എനിക്ക് കിട്ടും, അല്ലാത്ത പക്ഷം എനിക്കത് കിട്ടില്ല. ഇനി ജയിലുകളും മറ്റു സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളിൽ വരുന്ന രണ്ടാമത്തെ അതാണത് ജയിലുകളിലും ഒക്കെ സന്ദർശിച്ചിട്ട് അവിടെ വസിക്കുന്ന അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക. അതായത് അവർക്ക് എന്തെങ്കിലും സമ്മർദ്ദങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും മെന്റൽ പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ മാനസിക സോഷ്യൽ പ്രോബ്ലംസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാമൂഹ്യ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി പഠിച്ച് ശുപാർശകൾ നൽകുക. ഏതിൽ വരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളിൽ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കും ജയിൽ പുള്ളികളെയൊക്കെ സന്ദർശിച്ച് ഇതൊക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യരെന്ന് പറയുന്ന കാറ്റഗറിയിലാണ്, അല്ലാതെ കുറ്റവാളികള്, സ്ത്രീ, പുരുഷന്, കുഞ്ഞുങ്ങള് എന്നുള്ള രീതിയിലല്ല കാണുന്നത്. മനുഷ്യൻ എന്ന നിലയിലാണ് കാണുന്നത്. അപ്പൊ ജയിലിൽ താമസിക്കുന്നവരാണെങ്കിലും അവർ ക്രിമിനൽസ് ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ എന്ത് തന്നെ ആയാലും അവരും മനുഷ്യരാണ്. അതിന്റെ ബേസിലാണ് അവർക്കും ഈ ഒരു അവകാശം കൊടുക്കുന്നത് കേട്ടോ, മനസ്സിലാക്കുക. ഇനി മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക. അതായത് ഇതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നൽകുക. മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക. പിന്നെ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി രൂപം നൽകിയിട്ടുള്ളതാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ഇത് മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി രൂപം നൽകിയിട്ടുള്ളതാണ് ഇവയെല്ലാം. അപ്പോ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്ന് പറയുന്നത് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് മേൽ അന്വേഷണം നടത്തുക, ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക, മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി രൂപം നൽകിയിട്ടുള്ളതാണ് ഈ പറയുന്നവയൊക്കെ. ഇപ്പൊ നമ്മൾ ദേശീയ മനുഷ്യാവകാശം പഠിച്ചു. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയിട്ട് നമുക്കൊന്ന് പറയാം. അപ്പൊ ദേശീയ തലത്തിൽ മാത്രമല്ല, സംസ്ഥാന തലത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരികയുണ്ടായത്. ചെയർമാൻ ഉൾപ്പെടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ എത്രയാണ്? 3 അംഗങ്ങളാണ്. നമ്മൾ നേരത്തെ ഒരു 5 അംഗം എവിടെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്? ചെയർമാൻ ഉൾപ്പെടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ 5 അംഗങ്ങളാണ് കേട്ടോ വരുന്നത്. ദേശീയമാകുമ്പോൾ ഒന്നും കൂടി ഉയർന്നു നിൽക്കുമല്ലോ. അപ്പൊ ദേശീയ തലത്തിൽ ഒരു 2 മെമ്പേഴ്സും കൂടെ കൂടി 5 പേരായി. പക്ഷെ സംസ്ഥാനത്തേക്ക് വന്നപ്പോ ഒരു 2 പേരെ മൈനസ് ചെയ്തു. അപ്പൊ അങ്ങനെ 3 പേരായി. അതാണ് ഞാൻ പറഞ്ഞത് ദേശീയ മനുഷ്യാവകാശം ഒരു കോഡ് ഇട്ട് പഠിച്ചോ എന്ന്. അതായത് ഒരു വിരലിൽ എത്ര, നമ്മുടെ ഒരു കയ്യിൽ എത്ര വിരലുകൾ ഉണ്ടാവും? 5 വിരലുകൾ ഉണ്ടാവും. അപ്പൊ 5 പേരാണ് ഇവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് വരുമ്പോൾ അവിടെ 3 അംഗങ്ങളായിട്ട് ചുരുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ചെയർമാൻ ഉൾപ്പെടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എത്രയാണ്? 3 പേരാണ്. അപ്പൊ ഈ ഒരു ഭാഗം ഒന്നും കൂടി നോക്കാം. അപ്പൊ എന്താണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 നിലവിൽ വന്നത്. ചെയർമാൻ ഉൾപ്പെടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എത്ര പേരാ? 3 പേര്.
ഇനി പറയുന്ന പോയിന്റ് എന്താ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുള്ളത്. അതായത് ഇവരുടെ ചുമതലകളിലെ വ്യത്യാസങ്ങളൊന്നുമില്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് എന്തൊക്കെ ചുമതലയുണ്ടോ അതൊക്കെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഉണ്ട്. അതിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല. ഇനി അടുത്തത് കുട്ടികളുടെ അവകാശങ്ങൾ. അതായത് കുട്ടികൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. വിദ്യാഭ്യാസ അവകാശ നിയമം RTE ആക്ട്. RTE ആക്ട് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്നാണ് കേട്ടോ ഫുൾ ഫോം. അപ്പൊ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ് 2009 കൺഫ്യൂഷൻ ഫാക്ട് ആയിട്ട് 2008 ഓപ്ഷനിൽ ഉണ്ടാവും. മിക്ക ആൾക്കാരെ കൊണ്ടുപോയി കറപ്പിക്കുന്ന 2008 2008 അല്ല 2009. അതായത് വിദ്യാഭ്യാസ അവകാശ നിയമം RTE ആക്ട് പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ് 2009 വർഷത്തിലാണ്. ഇനി 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന നിയമം ഏതാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം അഥവാ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ളത് എന്താണ്? ദേശീയ ബാലാവകാശ കമ്മീഷൻ. അപ്പൊ ദേശീയ തലത്തിൽ രൂപം കൊള്ളുക, ഞാൻ പറഞ്ഞു ദേശീയ തലത്തിൽ രൂപം കൊള്ളുന്നതിന് എന്തിനും ദേശീയതയുമായിട്ട് അതായത് ആ ഒരു ഇത് വെച്ച് ബന്ധമുണ്ട്. അപ്പൊ ദേശീയ എന്താണ്, ഇപ്പൊ നമ്മൾ കുറച്ചു മുന്നേ ഒരു ദേശീയം പഠിച്ചല്ലോ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. അതേപോലെ തന്നെ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപം കൊള്ളുന്നത് ദേശീയ ബാലാവകാശ കമ്മീഷൻ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ളത് ദേശീയ ബാലാവകാശ കമ്മീഷനാണ്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ളതാണെങ്കിലോ അത് സംസ്ഥാന ബാലാവകാശ കമ്മീഷനാണ്. ബാലവേലയ്ക്കെതിരെ ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? കൈലാസ് സത്യാർത്ഥിയാണ്. ആരാണ് ബാലവേലയ്ക്കെതിരെ ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ചത്? കൈലാസ് സത്യാർത്ഥിയാണ്. 2014 മലാലയോടൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? കൈലാസ് സത്യാർത്ഥിക്കാണ്. അപ്പൊ 2014 മലാലയോടൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? കൈലാസ് സത്യാർത്ഥിക്കാണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയതിന് 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച പെൺകുട്ടിയാണ് ആര്? മലാല യൂസഫ്സായി എന്ന് പറയുന്നത്. 17-ാമത്തെ വയസ്സിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് താലിബാനോട് പോരടിച്ച കുട്ടിയായിരുന്നു ആര്? മലാല യൂസഫ്. യുവതിയായി അന്ന്. ഈ മലാല യൂസഫ്സായിനെ താലിബാൻ തന്റെ തലച്ചോറിലേക്ക് വെടിയുതിർത്ത കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിലൊരു ഇന്റർവ്യൂവർ ചോദിക്കുകയാണ് മലാലയോട്, സാധാരണ ഒരു മനുഷ്യൻ വേദനിച്ചാൽ അലറി നിലവിളിക്കും, കരയും. തലച്ചോറിന് വെടിയേറ്റിട്ടും നിങ്ങൾ കരഞ്ഞില്ല എന്നാണല്ലോ പറയുന്നത് എന്നുള്ളത്. അപ്പോ അതായത് ആ സ്പോട്ടിൽ തലച്ചോറിൽ വെടിവെച്ചിട്ടും മലാല കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പോലും. എത്ര സ്ട്രോങ് ആണ് എന്നൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ കരഞ്ഞില്ല, എനിക്ക് കരയാൻ തോന്നിയില്ല. അങ്ങനെയാണ് അവർ മറുപടി നൽകിയത്. അപ്പോ നമുക്ക് നോക്കാം. കുട്ടികളുടെ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ മലാലയുടെ ഒരു ബുക്ക് ഉണ്ട് കേട്ടോ. ഐ ആം മലാല അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളത്. അത് എന്തായാലും അവരുടെ ഓട്ടോബയോഗ്രഫിയാണ്. എന്തായാലും വായിച്ചിരിക്കണം. വളരെ ഇൻസ്പിറേഷൻ ആയിരിക്കും കേട്ടോ. അതായത് നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന്റെ വില എന്താണെന്നും അത് നേടുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണെന്നും ഒക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടികളുടെ അവകാശങ്ങൾ. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ്? 2009 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന നിയമം ഏതാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം. കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ളത് എന്താണ്? ദേശീയ ബാലാവകാശ കമ്മീഷൻ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ളതാണെങ്കിൽ സംസ്ഥാന തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ളത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. ബാലവേലയ്ക്കെതിരെ ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? കൈലാസ് സത്യാർത്ഥിയാണ്. 2014 മലാലയോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് കൈലാസ് സത്യാർത്ഥി.
പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടിയതിന് 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? മലാല യൂസഫ്സായിക്കാണ്. അടുത്തത് സ്ത്രീകളുടെ അവകാശങ്ങൾ. സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതെന്നാണ്? 1979-ലാണ്. 2 9കൾക്കിടയിൽ ഒരു 7 വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഐക്യരാഷ്ട്രസഭ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അംഗീകരിച്ച ഉടമ്പടിയാണെന്ന് മനസ്സിലാക്കുക. സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി സ്ത്രീ വിവേചന ഉന്മൂലന പരിപാടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് 1979-ലാണ്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നത് എന്താണ്? ദേശീയ വനിതാ കമ്മീഷനാണ്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നത് സംസ്ഥാന വനിതാ കമ്മീഷൻ. അപ്പം സ്ത്രീകളുടെ അവകാശങ്ങൾ എന്ന് പറയുന്നതിൽ എന്താണ്? സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനും, അതായത് ആണ് പെണ്ണ് എന്നുള്ള ആ ഒരു വിവേചനം ഉണ്ടല്ലോ, അത് അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് 1979-ലാണ്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നത് എന്താണ്? ദേശീയ വനിതാ കമ്മീഷനാണ്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നത് സംസ്ഥാന വനിതാ കമ്മീഷനാണ്. അപ്പോ ഇത്രയാണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ. ഏത് ചാപ്റ്ററിൽ? ജനാധിപത്യവും അവകാശങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നോക്കാനുണ്ടായിരുന്നത്. അതിപ്പോ നമ്മൾ ഫിനിഷ്ഡ് ആക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത ഒരു ചാപ്റ്ററാണ് ഏത്? പ്രകൃതിയുടെ വരദാനം എന്ന് പറയുന്ന ചാപ്റ്റർ. അതായത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് പലതും കിട്ടുന്നുണ്ട്, പല ഗുണങ്ങളും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്താണ്, നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നത് എന്താണ് എന്നൊക്കെ അറിയേണ്ടതില്ലേ? അതാണ് പ്രകൃതിയുടെ വരദാനം എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. ചെറിയൊരു ചാപ്റ്റർ ആണ്, ജസ്റ്റ് ഒരു അരമണിക്കൂർ കൊണ്ട് എടുത്തു തീരാവുന്നതേ ഉള്ളൂ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. കാണുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ. നാഷണൽ ജിയോഗ്രഫിക് മാസിക 1976 ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ച രാജ്യം ഏതായിരുന്നു? നൗറു എന്ന് പറയുന്ന രാജ്യമായിരുന്നു കേട്ടോ. അത് എന്നായിരുന്നു അങ്ങനെ വിശേഷിപ്പിച്ചത്? 1976 നാഷണൽ ജിയോഗ്രഫി മാസിക കേട്ടോ. നാഷണൽ ജിയോഗ്രഫിക് മാസിക 1976 ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ച രാജ്യമാണ് നൗറു. നൗറു ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് കേട്ടോ. അപ്പം നൗറു ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിലാണ് നൗറു ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. നൗറുവിന്റെ വിസ്തൃതി എത്രയാണ്? 21 ചതുരശ്ര കിലോമീറ്ററോളമാണ് നൗറുവിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. എത്രയാണ്? 21 ചതുരശ്ര കിലോമീറ്റർ. നൗറുവിൽ സമ്പന്നമായി ഉണ്ടായിരുന്ന രാസവള നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന ധാതു വിഭവം ഏതാണ്? ഫോസ്ഫേറ്റ് ആണ്. നൗറുവിൽ സമ്പന്നമായി ഉണ്ടായിരുന്ന രാസവള നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ധാതു വിഭവമായിരുന്നു ഫോസ്ഫേറ്റ്. ജർമ്മനി നൗറുവിൽ കോളനി സ്ഥാപിച്ച് ഫോസ്ഫൈറ്റ് ഖനനം തുടങ്ങിയ വർഷം എന്നാണ്? 1888. ജർമ്മനി എന്താ ചെയ്തത്? നൗറിൽ കോളനി സ്ഥാപിച്ചിട്ട് അവിടെ അവിടെ ഫോസ്ഫൈറ്റ് ധാരാളം ഉണ്ടായതുകൊണ്ട് തന്നെ ഫോസ്ഫൈറ്റ് ഖനനം തുടങ്ങുകയുണ്ടായി. അപ്പൊ അത് തുടങ്ങിയത് എന്നാണ്? 1888-ലാണ്. 1-ാം ലോക യുദ്ധാനന്തരം നൗറിൽ ഖനനം ആരംഭിച്ച രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾ. എന്നാണ്? 1-ാം ലോക യുദ്ധാനന്തരം നൗറിൽ ഖനനം ആരംഭിച്ച രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നൊക്കെ പറയും. ഈ ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. ഓസ്ട്രേലിയയുടെ അയൽരാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ന്യൂസിലാൻഡ് ആണ്. അതായത് ന്യൂസിലാൻഡിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ യാത്ര എങ്ങാണ്ട് ഓസ്ട്രേലിയക്കുള്ളൂ. അത്രയ്ക്ക് അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് കേട്ടോ. ഇനി ഫോസ്ഫൈറ്റ് എന്ന ധാതു വിഭാഗത്താൽ ഒരിക്കൽ സമ്പന്നമായിരുന്ന നൗറു ഇപ്പോൾ അതേ ധാതു വിഭാഗത്തിന്റെ അമിതമായ ഖനനം മൂലം ദരിദ്ര രാജ്യമായി മാറി. അപ്പൊ 1976 നാഷണൽ ജിയോഗ്രഫി മാസിക പറഞ്ഞിരുന്നത് എന്താണ്? ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം നൗറു ആണ് എന്നാണ്. പക്ഷെ പിൽക്കാലത്ത് ഫോസ്ഫേറ്റ് എന്ന ധാതു വിഭാഗത്താൽ ഒരിക്കൽ സമ്പന്നമായിരുന്ന നൗറു ഇപ്പോൾ അതേ ധാതു വിഭാഗത്തിന്റെ അമിതമായ ഖനനം മൂലം എന്തായി? ഒരു ദരിദ്ര രാജ്യമായിട്ട് മാറുകയാണ് ഉണ്ടായത്.
പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദവുമായ വസ്തുക്കളെ വിഭവങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ് വിഭവങ്ങൾ എന്ന് പറയുന്നത്? പ്രകൃതിയിൽ കാണുന്നതും പ്രകൃതിയിൽ എന്താണ് സ്വയമേ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദവുമായ വസ്തുക്കളെയാണ് വിഭവങ്ങൾ എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? നാഷണൽ ജിയോഗ്രഫിക് മാസിക 1976 ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ച രാജ്യം ഏതാണ്? നൗറു. നൗറു ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം പസഫിക് സമുദ്രം. നൗറുവിന്റെ വിസ്തൃതി എത്രയാണ്? 21 ചതുരശ്ര കിലോമീറ്റർ. നൗറുവിൽ സമ്പന്നമായി ഉണ്ടായിരുന്ന രാസവളം ഏതാണ്? രാസവള നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന ധാതു വിഭവം ഏതാണ്? ഫോസ്ഫേറ്റ്. ജർമ്മനി നൗറുവിൽ കോളനി സ്ഥാപിച്ച് ഫോസ്ഫേറ്റ് ഖനനം തുടങ്ങിയ വർഷം എന്നാണ്? 1888. ഒന്നാം ലോക യുദ്ധാനന്തരം നൗറുവിൽ ഖനനം ആരംഭിച്ച രാജ്യങ്ങൾ ഏതാണ്? ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. ഫോസ്ഫേറ്റ് എന്ന ധാതു വിഭവത്താൽ ഒരിക്കൽ സമ്പന്നമായിരുന്ന നൗറു ഇപ്പോൾ അതേ ധാതു വിഭവത്തിന്റെ അമിതമായി ഖനനം മൂലം ദരിദ്ര രാജ്യമായി മാറി. പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദവുമായ വസ്തുക്കളെ വിഭവങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോ. അടുത്തത്, പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതും ഉപയോഗയോഗ്യവുമായ വിഭവങ്ങളാണ് പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നത്. പ്രകൃതിയിൽ നിന്ന് നമുക്ക് നേരിട്ട് ലഭിക്കുന്നത് എന്താണ്? പ്രകൃതി വിഭവങ്ങളാണെന്ന് മനസ്സിലാക്കുക. എന്തൊക്കെയാണ്? വായു, സൂര്യപ്രകാശം, കാറ്റ്, മരങ്ങള്, ജലം, ഇതൊക്കെ. അപ്പൊ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതും ഉപയോഗയോഗ്യവുമായ വിഭവങ്ങളാണ് പ്രകൃതി വിഭവങ്ങൾ. വായു, സൂര്യപ്രകാശം, കാറ്റ്, മരങ്ങൾ, ജലം എന്നൊക്കെ പറയുന്നത്. ജീവനുള്ള വിഭവങ്ങളാണ് ജൈവ വിഭവങ്ങൾ. അപ്പൊ ജൈവ വിഭവങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ജീവനുള്ള വിഭവങ്ങളാണ്. ഈ ജീവനുള്ള വിഭവങ്ങളിൽ ഉറപ്പായിട്ടും നിങ്ങൾ നോക്കിക്കോ, ഈ പ്രകൃതി വിഭവങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരും ഓപ്ഷനിൽ. പ്രകൃതിക്കും ജീവൻ ഉണ്ടല്ലോ, ഇല്ലേ? പ്രകൃതിക്കും ജീവൻ ഉണ്ടാവുമല്ലോ. ഇപ്പൊ മരങ്ങൾക്ക് ജീവൻ ഉണ്ടാകും. പിന്നെ സൂര്യപ്രകാശം, വായു, ജലം എന്നൊക്കെ പറയുന്നത് നമുക്ക് പറയാൻ പറ്റൂല എന്താന്നുള്ളത്. പക്ഷെ എന്താണ് പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഈ മരങ്ങൾക്ക് എന്തായാലും ജീവനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്താണ് വെച്ചോണ്ട് എന്താണ് ഓപ്ഷൻസിൽ ജീവനുള്ള വിഭവങ്ങളിൽ എന്തായാലും പ്രകൃതി വിഭവം ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പൊ ഒരു കാരണവശാലും അത് കൊണ്ടുപോയി കുത്തരുത്. ജീവനുള്ള വിഭവങ്ങൾ ജൈവ വിഭവങ്ങളാണ് കേട്ടോ. ജീവൻ ഇല്ലാത്തവയാണെങ്കിലോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മുന്നിൽ വരുന്നുണ്ട്, അജൈവ വിഭവങ്ങളാണ്. ജീവനുള്ള വിഭവങ്ങൾ ജൈവ വിഭവങ്ങൾ, ജീവനില്ലാത്ത വിഭവങ്ങൾ അജൈവ വിഭവങ്ങൾ. ഉപയോഗത്തിലൂടെ കുറഞ്ഞാലും പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രവർത്തനത്തിലൂടെ വീണ്ടും നിർമ്മിക്കപ്പെടുന്ന വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ. അതായത് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് കുറഞ്ഞാലും പ്രകൃതിയുടെ സ്വാഭാവിക പ്രവർത്തനത്തിലൂടെ വീണ്ടും നിർമ്മിക്കപ്പെടുന്ന വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കുറേ വെള്ളം എടുത്തെടുത്ത് അതായത് കിണറ്റിൽ നിന്ന് നമ്മൾ കുറേ വെള്ളം കോരി കളഞ്ഞു എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും പാമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കിണറ്റിൽ എന്തെങ്കിലും ചത്ത് വീണ് കിടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചെയ്യുക? കിണറ്റിലെ വെള്ളം ആദ്യം വറ്റിക്കും. അങ്ങനെയല്ലേ ചെയ്യുന്നത്? കാരണം ആ ഒരു എന്താണ് ജന്തുവിന്റെ ടോക്സിക് കണ്ടന്റ് എന്തെങ്കിലും നമ്മുടെ വെള്ളത്തിൽ കലർന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുടിക്കാനുള്ള വെള്ളമല്ലേ കിണറ്റിലെ വെള്ളം, കലർന്നിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ ആ ഒരു ടോക്സിക് കണ്ടന്റ് പോകാൻ വേണ്ടിയിട്ട് കിണറ്റിലെ വെള്ളം പുറത്തേക്ക് അടിച്ചു കളയലുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ ആ അടിച്ചു കളഞ്ഞതോട് കൂടിയിട്ട് പിന്നീട് വെള്ളം നമുക്ക് കിട്ടാതാവുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെയും ആ വെള്ളം എന്താണ് പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് വീണ്ടും ഉറവയിൽ നിന്നിട്ട് ആ വെള്ളം വീണ്ടും എന്താണ് പൊങ്ങി വരുന്നത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമ്മളെ കിണർ എത്ര വറ്റിച്ചാലും എന്താണ് ഉറവയുണ്ടെങ്കിൽ ആ വെള്ളം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്നു. അതാണ് ഉപയോഗത്തിലൂടെ കുറഞ്ഞാലും പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രവർത്തനത്തിലൂടെ. പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവർത്തനം എന്താണ്? ഈ ഉറവ എന്നൊക്കെ പറയുന്നത് പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനമാണ്. സ്വാഭാവികമായ പ്രവർത്തനത്തിലൂടെ വീണ്ടും നിർമ്മിക്കപ്പെടുന്ന വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ. പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾക്ക് ഉദാഹരണമാണ് കാറ്റ്, സൂര്യപ്രകാശം, ജലം, വനം, മണ്ണ് എന്നൊക്കെ പറയുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ഞാൻ എക്സാമ്പിൾ ആക്കി പറഞ്ഞല്ലോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും, കാറ്റ്, സൂര്യപ്രകാശം, ജലം, വനം, മണ്ണ് ഇതൊക്കെ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്നവയും
സ്വയം പുനഃസ്ഥാപന ശേഷി ഇല്ലാത്തതുമായ വിഭവങ്ങൾ അറിയപ്പെടുന്നതാണ് പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾ എന്നിട്ടോ. അത് ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകും. പക്ഷെ എന്താ, സ്വയം പുനഃസ്ഥാപിക്കാൻ ശേഷിയും ഇല്ല. അപ്പൊ അങ്ങനത്തെ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾ. പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം, ഇരുമ്പയിര്, പ്രകൃതിവാതകം. ഇതൊക്കെ എന്ന് പറയും. ഇപ്പം പെട്രോളിയം കുഴിച്ചെടുക്കുന്നത് വീണ്ടും കുഴിച്ചെടുത്ത് തന്നെ വീണ്ടും അവർ പോയിട്ട് കുടിക്കൂല. കാരണം വീണ്ടും കുഴിച്ചെടുത്ത് മാക്സിമം ഒരു എന്താണ് കുഴൽക്കിണർ പോലെ കുഴിച്ചെടുത്തിട്ട് അതിൽ നിന്ന് കിട്ടാവുന്നത് മാക്സിമം ഊറ്റിയെടുത്തതിന് ശേഷം വീണ്ടും അതിൽ പോയിട്ട് തപ്പിയിട്ട് കാര്യം ഉണ്ടാവില്ല. അടുത്ത കുഴി എടുത്ത് വീണ്ടും കുഴിച്ചിട്ട് വേണം പെട്രോളിയം എടുക്കാൻ. അതായത് പെട്രോളിയം എടുക്കുന്ന അനുസരിച്ച് അത് ഈ ജലം പോലെ, അതായത് വെള്ളം പോലെ ഒന്നും വീണ്ടും പൊങ്ങി വരൂല, വീണ്ടും ഉണ്ടായി വരൂല. അപ്പോ അത് അതേപോലെ തന്നെയാണ് ഈ കൽക്കരി, ഇരുമ്പയിര്, പ്രകൃതിവാതകം എന്നൊക്കെ പറയുന്നത്. അത് പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾക്ക് ഉദാഹരണമാണ്. അനിയന്ത്രിതമായ ഉപഭോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവ് എന്താണ്? വിഭവ ശോഷണം. അതായത് ശോഷിച്ചു പോയി, നീ അങ്ങ് ശോഷിച്ചു പോയല്ലോ എന്നൊക്കെ നമ്മുടെ കുടുംബക്കാരൊക്കെ വരുമ്പോ ചിലപ്പോൾ നമ്മളോടൊക്കെ പറയൂലേ. അപ്പോ അതിന്റെ മുന്നിൽ ഒരു വിഭവ കൂടെ ചേർത്താൽ മതി, വിഭവ ശോഷണം. അനിയന്ത്രിതമായ ഉപഭോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവാണ് വിഭവ ശോഷണം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ അതായത് ഭൗമ ഉച്ചകോടി എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്, തെറ്റിപ്പോയതാണ്. ഭാമ ഉച്ചകോടി എന്നായി പോയി. മറ്റേ ഒരു സംഭവം ഉണ്ടല്ലോ വോൾട്ടെ, അത് കീബോർഡിൽ വന്ന് കാണൂല, ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടി നടന്ന വർഷം 1992 എന്നാണ് നടന്നത്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടി നടന്ന വർഷം 1992. ആദ്യ ഭൗമ ഉച്ചകോടി കണ്ടോ, ഇപ്പൊ കറക്റ്റായി, അവിടെ എന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ്. ആദ്യ ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം ഏതാണ്? റിയോ ഡി ജനീറോ. എവിടെ? ബ്രസീലില്. ആദ്യ ഭൗമ ഉച്ചകോടി നടന്നത് റിയോ ഡി ജനീറോ, ബ്രസീലിൽ വെച്ചിട്ടാണ്. മനുഷ്യന്റെ അമിതമായ വിഭവ ചൂഷണം മൂലം വംശനാശം സംഭവിച്ച ജീവിയാണ് എന്ത്? ഡോഡോ. ഡോഡോ എന്ന് പറയുന്ന ജീവിക്ക് എന്താണ്? മനുഷ്യന്റെ അമിതമായ വിഭവ ചൂഷണം കാരണം വംശനാശം സംഭവിക്കേണ്ട. ഡോഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷിയാണ്. താറാവിനെ ഒക്കെ കൂട്ടിയിരിക്കും കണ്ടാല്. അങ്ങനത്തെ ഒരു ഷേപ്പിലിരിക്കുന്ന ഒരു പക്ഷിയാണ് ഈ ഡോഡോ എന്ന് പറയുന്നത്. അപ്പോ എന്താണ്? പ്രകൃതിയിൽ നിന്ന് ഒന്നുകൂടി നോക്കാം നമുക്ക്. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതും ഉപയോഗയോഗ്യവുമായ വിഭവങ്ങളാണ് പ്രകൃതി വിഭവങ്ങൾ. എന്തൊക്കെയാണ് പ്രകൃതി വിഭവങ്ങൾ? വായു, സൂര്യപ്രകാശം, കാറ്റ്, മരങ്ങൾ, ജലം. ജീവനുള്ള വിഭവങ്ങളോ? ജൈവ വിഭവങ്ങൾ. ജീവനില്ലാത്തതോ? അജൈവ വിഭവങ്ങൾ. ഉപയോഗത്തിലൂടെ കുറഞ്ഞാലും പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രവർത്തനത്തിലൂടെ വീണ്ടും നിർമ്മിക്കപ്പെടുന്ന വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ. പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾക്ക് ഉദാഹരണം കാറ്റ്, സൂര്യപ്രകാശം, ജലം, വനം, മണ്ണ്. ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്ന വിഭവങ്ങളാണെങ്കിലോ, ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്നവയും സ്വയം പുനഃസ്ഥാപന ശേഷി ഇല്ലാത്തതുമായ വിഭവങ്ങൾ അറിയപ്പെടുന്നത് പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾ. പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം, ഇരുമ്പയിര്, പ്രകൃതിവാതകം. അനിയന്ത്രിതമായ ഉപഭോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവ് എന്താണ്? വിഭവ ശോഷണം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടി നടന്ന വർഷം എന്നാണ്? 1992. ആദ്യ ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലമോ? റിയോ ഡി ജനീറോ, ബ്രസീലില്. മനുഷ്യന്റെ അമിതമായ വിഭവ ചൂഷണം മൂലം വംശനാശം സംഭവിച്ച ജീവിയാണ് ഡോഡോ. ഡോഡോ ഞാൻ പറഞ്ഞു, എന്താണ്, താറാവിനെ കൂട്ടൊക്കെ ഇരിക്കുന്ന ഒരു പക്ഷിയാണ് കേട്ടോ. ഡോഡോ പക്ഷികൾ ഉണ്ടായിരുന്ന ദ്വീപാണ് മൗറീഷ്യസ് ദ്വീപ്. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൗറീഷ്യസ് ദ്വീപിലാണ് ഏറ്റവും കൂടുതൽ ഡോഡോ പക്ഷികൾ ഉണ്ടായിരുന്നത് കേട്ടോ. കൂടി ഒന്ന് സൂം ചെയ്യട്ടെ. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അറോച്ച് എന്ന കന്നുകാലി വർഗം, ഏഷ്യൻ ചീറ്റപ്പുലി എന്നിവയും അന്യം നിന്ന് പോയവയാണ്. അപ്പൊ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അറോച്ച് എന്ന കന്നുകാലി വർഗവും ഏഷ്യൻ ചീറ്റപ്പുലിയും ഒക്കെ എന്താ? വംശനാശം സംഭവിച്ചു പോയിട്ടുണ്ട്. ഓരോ വർഷവും മനുഷ്യൻ ഉപയോഗിക്കുന്ന മരത്തിന്റെ ഏകദേശ കണക്ക് 3 ദശലക്ഷം ക്യൂബിക് മീറ്റർ ആണ്. ഓരോ വർഷവും മനുഷ്യർ ഉപയോഗിക്കുന്ന മരങ്ങളാണ് 3 ദശലക്ഷം ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? എല്ലാവർക്കും അറിയാം, ജൂൺ 5-ാം തീയതിയാണ് ലോക പരിസ്ഥിതി ദിനം.
പണ്ട് പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്കൂളുകളിൽ നിന്ന് തൈയൊക്കെ കിട്ടുമായിരുന്നല്ലോ വീട്ടിൽ കൊണ്ട് നടാന്. ഇപ്പോഴും കിട്ടുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. കുഞ്ഞുങ്ങൾക്ക് തൈയും കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് കൊടുത്തു വിടലുണ്ടാവും. അപ്പൊ ലോക ഭൗമ ദിനം എന്നാണ്? ഏപ്രിൽ 22. ലോക ഭൗമ ദിനം ഏപ്രിൽ 22. പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരന്റെ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പുകൾ എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ 48A, ആർട്ടിക്കിൾ 51A, അതിന്റെ ബ്രാക്കറ്റിൽ G എന്ന് കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 51AG എന്നാണ് കേട്ടോ. അപ്പൊ പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരന്റെ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പുകളാണ് ആർട്ടിക്കിൾ 48A, 51AG എന്ന് പറയുന്നവ കേട്ടോ. അടുത്തത് വിഭവ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങൾ ഏതൊക്കെയാണ്? പരിസ്ഥിതി സംരക്ഷണ നിയമം, ജല നിയമം, വന സംരക്ഷണ നിയമം, വായു നിയമം. ഇതൊക്കെയാണ് കേട്ടോ. ബാക്കിയെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലാസ്റ്റ് വായു നിയമം ഒക്കെ ഉണ്ടാവും എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ? ഉണ്ട് കേട്ടോ. എന്നാല് എന്താണ് ഏതൊക്കെയാണ്? അതായത് വിൻഡ് മില്ല് എന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ? അതൊക്കെ തന്നെ. വിഭവ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമങ്ങളാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം, ജല നിയമം, വന സംരക്ഷണ നിയമം, വായു നിയമം എന്നൊക്കെ പറയുന്നത്. ഇനി വിഭവ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ നിലവിലുള്ള സംവിധാനം എന്താണ്? ദേശീയ പരിസ്ഥിതി ട്രിബ്യൂണൽ. എങ്ങനെ? വിഭവ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ നിലവിലുള്ള സംവിധാനമാണ് ദേശീയ പരിസ്ഥിതി ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. പെരിയാർ നദി സംരക്ഷണത്തിന് വേണ്ടിയുള്ള ജനമുന്നേറ്റം 1999 ജല അതോറിറ്റി സ്ഥാപിക്കുന്നതിന് കാരണമായി. എങ്ങനെ? പെരിയാർ നദിയെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ജനമുന്നേറ്റം 1999 ജല അതോറിറ്റി സ്ഥാപിക്കുന്നതിന് കാരണമായി എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഒരു പേജ് ഒന്നും കൂടി നമുക്ക് പഠിക്കണം. എന്താണ് ഇവിടെ പറയുന്നത്? ഡോഡോ പക്ഷികൾ ഉണ്ടായിരുന്ന ദ്വീപ് ഏതാണ്? മൗറീഷ്യസ് ദ്വീപ്, ഇന്ത്യൻ മഹാസമുദ്രത്തില്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അറോച്ച് എന്ന കന്നുകാലി വർഗം, ഏഷ്യൻ ചീറ്റപ്പുലി എന്നിവയും അന്യം നിന്ന് പോയവയാണ്. ഓരോ വർഷവും മനുഷ്യൻ ഉപയോഗിക്കുന്ന മരത്തിന്റെ ഏകദേശം കണക്കെത്രയാണ്? 3 ദശലക്ഷം ക്യൂബിക് മീറ്റർ ആണ്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. ലോക ഭൗമ ദിനവും ഏപ്രിൽ 22. പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരന്റെ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 48A-യും 51AG-യും. ഇനി ഈ AG ശ്രദ്ധിക്കണം കേട്ടോ. G ബ്രാക്കറ്റിലാണ് വരുന്നത്. വിഭവ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങൾ ഏതൊക്കെയാണ്? പരിസ്ഥിതി സംരക്ഷണ നിയമം, ജല നിയമം, വന സംരക്ഷണ നിയമം, വായു നിയമം. വിഭവ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ നിലവിലുള്ള സംവിധാനം ഏതൊക്കെയാണ്? ദേശീയ പരിസ്ഥിതി ട്രിബ്യൂണൽ. പെരിയാർ നദീ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ജനമുന്നേറ്റം 1999 ജല അതോറിറ്റി സ്ഥാപിക്കുന്നതിന് കാരണമായി. ഇനി വിഭവ സംരക്ഷണത്തിനായി കേരളത്തിൽ നിലവിലുള്ള നിയമങ്ങൾ ഏതൊക്കെയാണ്? നെൽവയ സംരക്ഷണ നിയമവും തണ്ണീർത്തട സംരക്ഷണ നിയമവുമാണ്. അപ്പൊ വിഭവ സംരക്ഷണത്തിനായി നമ്മുടെ ഇവിടെ കേരളത്തിലെ നിലവിലുള്ള നിയമങ്ങളാണ് നെൽവയൽ സംരക്ഷണ നിയമവും തണ്ണീർത്തട സംരക്ഷണ നിയമവും. ഇനി ഗാന്ധിജി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് എല്ലാവരുടെയും അവകാശങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളതില്ല താനും. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിലും കൂടെ നമ്മൾ പഠിച്ചിരുന്ന ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളൊക്കെ നമ്മുടെ ഈ ഭൂമിയിൽ നിന്നും അല്ലാതെ തന്നെയും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഒരു വ്യക്തിയുടെ അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളതൊന്നും ഒരാളുടെയും കൈവശം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം കേട്ടോ. അപ്പോൾ പ്രകൃതിയുടെ വരദാനം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 6ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ്, അതായത് ഇമ്പോർട്ടൻറ്റ് SCERT ചാപ്റ്ററുകൾ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലേക്ക് കടക്കാം. 7ാം ക്ലാസ്സിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്തിട്ട് അത് നമുക്ക് പഠിക്കാം. അപ്പോൾ എല്ലാവരും ഇത് നല്ലതുപോലെ പഠിക്കുക, നല്ലതുപോലെ വായിക്കുക. എന്തായാലും ശ്രമിച്ച് നമുക്ക് നോക്കാം. ശ്രമിച്ചാൽ വിജയം നമുക്ക് കൈവരിക്കാൻ സാധിച്ചാലോ അല്ലെ? അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.